ടോക്ക് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിപ്പോസിഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നും അതിലുള്ള 8 ഐറ്റംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം നമുക്ക്. അതിലാദ്യം നൗണ് എന്നാന്ന് പറഞ്ഞു, പിന്നെ പ്രോനൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വെർബ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, അതേപോലെ തന്നെ ഇൻ്റർജെക്ഷൻ. ഇങ്ങനെ 8 ഐറ്റംസ് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ എപ്പിസോഡ് 1 എന്ന വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഈ ചാനലിൽ നിങ്ങൾക്കതിൻ്റെ വീഡിയോസ് കാണാൻ കഴിയും. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ എപ്പിസോഡ് 1 മുതൽ തന്നെ ഇതൊരു സീരിയസ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രിപ്പോസിഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രിപ്പോസിഷൻ എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ രൂപത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു നൗണിനോ അല്ലെങ്കിൽ പ്രോനൗണിനോ ആ സെൻറ്റൻസിലെ മറ്റു വാക്കുകളുമായി ഉണ്ടാകുന്ന റിലേഷൻ, ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് ആക്ച്വലി പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ്, ഒരു പാരഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് വി കാൺട്ട് ഫൈൻഡ്, നമുക്കൊരിക്കലും കണ്ടെത്താൻ കഴിയില്ല പ്രിപ്പോസിഷൻ ഇല്ലാത്തൊരു സെൻറ്റൻസ്, പ്രിപ്പോസിഷൻ ഇല്ലാത്ത ഒരു പാരഗ്രാഫ്, നമുക്ക് പ്രിപ്പോസിഷൻ ഇല്ലാത്തൊരു പേജ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത്രയും വളരെ പ്രധാനപ്പെട്ട ചെറിയ ചെറിയ വാക്കുകളാണെങ്കിൽ പോലും അത് സെൻറ്റൻസ് രൂപീകരണത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അപ്പം അതെന്താണെന്നും എന്താണ് അതിൻ്റെ ഉപയോഗമെന്നും അതിൽ മലയാളത്തിൽ അത് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥങ്ങളും അവകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുമെല്ലാം ഇവ ഓരോന്നും വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രിപ്പോസിഷൻ എന്തെന്ന് നമ്മൾ ചുരുങ്ങിയ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് മുമ്പിൽ, അതിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രീപൊസിഷൻ, നൗണിൻ്റെ പ്രധാനമായും നൗണ്, പ്രോനൗൺ ഇവകൾക്ക് മുമ്പിൽ ചേർക്കുന്ന ഇംഗ്ലീഷിലെ വേർഡുകളാണ് യഥാർത്ഥത്തിൽ പ്രിപ്പോസിഷൻ. അത് വരുമ്പോൾ അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരുന്നു. മീനിങ്ങുകൾ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. സോ അതിൻ്റെ പ്രിപ്പോസിഷൻ നമ്മൾ പറയുമല്ലോ, അപ്പം സ്കൂളിലേക്ക്, അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന്, ടീച്ചറെ കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യക്കെതിരെ, അതേപോലെ തന്നെ സ്കൂളിന് നേരെ, എനിക്ക് നേരെ, അവളോട് കൂടെ, ഇങ്ങനെ നമ്മൾ വാക്കുകളൊക്കെ സംസാരത്തിലൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നിത്യ ഉപയോഗങ്ങളിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ പ്രിപ്പോസിഷനുകൾ, അതിൻ്റെ കൃത്യമായ ഉപയോഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് we can just look at the definition of the preposition. A preposition is a word that shows the relationship between a noun or pronoun and other words in a sentence. A preposition എന്ന് പറഞ്ഞാൽ അതൊരു വാക്കാണ്. അത് നൗണിൻ്റെയോ നൗണും പ്രോനൗണും സെൻറ്റൻസിലെ മറ്റു വാക്കുകളുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് ശരിക്കും പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊരു പക്ഷേ ഈ ഡെഫിനിഷനൊക്കെ പറയുമ്പോൾ ആകെ ചിലപ്പോൾ കൺഫ്യൂഷൻ, ഇത് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്കതിൻ്റെ ബോധ്യപ്പെടും, ഇതിൻ്റെ ഉപയോഗം, മറ്റു കാര്യങ്ങളെല്ലാം, അതിൻ്റെ അർത്ഥങ്ങളെല്ലാം. സോ അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പേന ടേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ പേന എന്നുള്ള വസ്തു, അതിലെ സെൻറ്റൻസ് മറ്റു വാക്കുകളായ ടേബിൾ, അതുമായിട്ടുള്ള ബന്ധം, ഒരു റിലേഷൻ എവിടെയാണ്, ആ ഒരു റിലേഷനെയാണ് ശരിക്കും എന്ത് ചെയ്യുക, ഈ പ്രിപ്പോസിഷൻ കൊണ്ട്, ഓൺ എന്ന പ്രിപ്പോസിഷൻ കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പം ഇങ്ങനെ നൗണിനോ പ്രോനൗണിനോ ആ സെൻറ്റൻസിലെ മറ്റു വാക്കുകൾക്കുമായി ഉണ്ടാകുന്ന റിലേഷൻ സൂചിപ്പിക്കുന്ന വേർഡിനെയാണ് ശരിക്കും പ്രിപ്പോസിഷൻ എന്ന് പറയും. ഒരു വസ്തു ഉള്ളിലേക്കെന്നോ പുറത്തേക്കെന്നോ, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പുറത്ത് നിന്നോ, മുകളിൽ നിന്നോ, താഴെ നിന്നോ, ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന പദത്തെയാണ് ശരിക്കും പ്രിപ്പോസിഷൻ എന്ന് പറയാം.
അതിൻ്റെ മറ്റൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. എ വേർഡ് യൂഷ്വലി പ്രിസീഡിങ് എ നൗൺ ഓർ പ്രോനൗൺ. സാധാരണ എക്സെപ്ഷൻ ഉണ്ട്, എന്നിരുന്നാലും സാധാരണ ഒരു പ്രോനൗണിൻ്റെയോ അല്ലെങ്കിൽ നൗണിൻ്റെയോ മുന്നേ വരുന്ന വാക്കിനാണ് ശരിക്കും പ്രിപോസിഷൻ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് പ്രീ പൊസിഷൻ, മുൻപിലെ സ്ഥാനം എന്നാണ് പ്രീപോസിഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. അതെപ്പോഴും ഒരു നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ മുന്നിലായിരിക്കും അതുണ്ടായിരിക്കാം. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കൂളിലേക്ക് എന്നുള്ള ഞാനൊരു ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. സ്കൂളിലേക്ക് എന്ന് പറയുമ്പോൾ പല ആളുകളും തെറ്റിക്കും. സ്കൂൾ ടു എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണല്ലോ. അപ്പോൾ ടു സ്കൂൾ എന്നാണ്, സ്കൂൾ ടു എന്നാണ്. ഗാന്ധിയെക്കുറിച്ച് ഗാന്ധി എബൌട്ട് എന്നാണ്, എബൌട്ട് ഗാന്ധി എന്നാണ്. അപ്പോൾ പ്രീപൊസിഷൻ അതിൻ്റെ സ്ഥാനം മുന്നിലാണ്. എബൌട്ട് ഗാന്ധി, ഗാന്ധിയെ കുറിച്ച്. അപ്പോൾ മുന്നിൽ ചേർക്കേണ്ട പദങ്ങളാണ് ശരിക്കും പ്രീപൊസിഷൻ എന്ന് പറയുന്നത്. So now we are going to learn deeply about the preposition. What is that? The kinds of preposition. ഈ preposition ഒരുപാട് തരത്തിലുണ്ട്. പ്രധാനമായിട്ടും നമ്മളിവിടെ അതിനെ വേർതിരിക്കുന്നത് 4 തരത്തിലായിട്ട്. പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ്, അതിൻ്റെ രീതികൾ, അതേപോലെ തന്നെ പ്രയോഗങ്ങൾ, അതിൻ്റെ മീനിങ്സ് ഒക്കെ അടക്കം, അതിൻ്റെ ശൈലിയൊക്കെ അടക്കം അനുസരിച്ച് അത് മാനദണ്ഡമാക്കിയിട്ട് നമ്മൾ preposition, we are going to discuss the preposition and we are going to divide the preposition into the 4. പ്രധാനമായിട്ടും ഈ പ്രിപ്പോസിഷനുകളെ 4 ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് തരംതിരിക്കുന്നതാണ്. അവരുടെ പ്രായോഗിക പ്രയോഗങ്ങളുടെ രീതികളനുസരിച്ചാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന്, ദ ഫസ്റ്റ് വൺ ഈസ് ലൊക്കേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡയറക്ഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് ടൈം, ആൻഡ് ദ ഫോർത്ത് അതർ റിലേഷൻഷിപ്പ്. അപ്പം 4 എണ്ണമായിട്ടാണ് നമ്മൾ പ്രിപ്പോസിഷനെ വേർതിരിക്കുന്നത്. 1 ലൊക്കേഷൻ മാനദണ്ഡമാക്കി, 2 ഡയറക്ഷൻ മാനദണ്ഡമാക്കി, 3 ടൈം മാനദണ്ഡമാക്കി, 4 അതർ റിലേഷൻസ്, മറ്റു പ്രധാനപ്പെട്ട ഒരു 2-3 കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് അതൊരൊറ്റ കാറ്റഗറി ആയിട്ടാണ് അതർ റിലേഷൻഷിപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വി ക്യാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ മീൻ ബൈ ലൊക്കേഷൻ. വാട്ട് ഈസ് മീൻ ബൈ ലൊക്കേഷൻ? അപ്പോൾ ലൊക്കേഷൻ എന്താണ്, എന്താണ് ഇവിടെ ലൊക്കേഷൻ, പ്രിപ്പോസിഷൻ ഓഫ് ലൊക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് ഇൻഡിക്കേറ്റ് വേർ സംതിങ് ഇസ്, ഇത് എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് സൂചിപ്പിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഒരു ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ, പേന ടേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ പേന എന്ന വസ്തു അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് വേർ സംതിങ്, എവിടെയാണ് ആ സാധനം ഉള്ളത്? അത് ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മുകളിലാണ്. അതേപോലെ തന്നെ മദർ ഈസ് ഇൻ ദ കിച്ചൺ, അപ്പോൾ അമ്മ അടുക്കളയിലാണ്. അപ്പോൾ അമ്മ അടുക്കളയിലാണ് എന്ന വാക്കിന് അടുക്കള എന്ന ആ സ്ഥലത്ത് ആണ് എന്ന് സൂചിപ്പിച്ചത് ശരിക്കും നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ കൊണ്ടാണ്. മുകളത്തെ എക്സാമ്പിളിൽ ടേബിളിൻ്റെ മുകളിലാണ് പേന എന്നുള്ളത്, അവിടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ വെച്ചുകൊണ്ടാണ് നമ്മളവിടെ ടേബിളിൻ്റെ മുകളിലാണ് എന്ന് വരുത്തി തീർത്തത്. അതേപോലെ തന്നെ അമ്മ കിച്ചണിലാണ് എന്ന് വരുത്തി തീർത്തത് ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഓഫ് ലൊക്കേഷൻ കൊണ്ടാണ്. സോ പ്രിപ്പോസിഷൻ ഓഫ് ലൊക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എവിടെയാണ് പിന്നെ നമ്മൾ പറയാൻ പോകുന്ന സെൻറ്റൻസ് സംതിങ് അത് എവിടെയാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ലൊക്കേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. രണ്ടാമത്തത് ഡയറക്ഷൻ ഓർ മൂവ്മെൻ്റ് ആയിട്ടും പറയാറുണ്ട്. ഡയറക്ഷൻ മീൻസ് നമ്മൾ പറയാൻ പോകുന്നൊരു വസ്തു അത് ഏത് ദിശയിലേക്കാണ് അല്ലെങ്കിൽ ദിശയിൽ നിന്നാണ്, അത് എവിടെ, അത് ഏത് മൂവ്മെൻറ്റ്, ഏത് ഭാഗത്തേക്കാണ് അല്ലെങ്കിൽ ഏത് ദിശയിലാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. വേർ സംതിങ് ഈസ് മൂവിങ്, എവിടേക്കാണ് അത് നമ്മൾ പറയാൻ പോകുന്ന വസ്തു അത് ചലിക്കുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് ചെക്ക് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾസ്. ദാറ്റ് ഈസ് ഷീ വെൻറ്റ് ടു സ്കൂൾ, അവൾ സ്കൂളിലേക്ക്. ഇറ്റ്സ് എൻ ഡയറക്ഷൻ. സ്കൂളിൽ എന്നല്ല ഇവിടെ അർത്ഥം, സ്കൂളിലേക്ക്. അപ്പോൾ സ്കൂളിലേക്ക് എന്നുള്ള ഡയറക്ഷനിൽ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ കൊടുത്ത പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് ടു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ട്രെയിൻ അറൈവ്ഡ് ഫ്രം ലണ്ടൻ, ട്രെയിന് ലണ്ടനിൽ നിന്ന് വന്നു. അപ്പോൾ ലണ്ടനിൽ നിന്ന് എവിടുന്ന, ഏത് ദിശയിൽ നിന്ന്? ലണ്ടനിൽ നിന്ന്. അപ്പോൾ അവിടെ ലണ്ടനിൽ നിന്ന് എന്ന പദത്തെ സൂചിപ്പിച്ചത് ഫ്രം എന്നുകൊണ്ടുള്ള പ്രിപ്പോസിഷനാണ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഡയറക്ഷൻ ഈസ് ദാറ്റ് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ഏത് ദിശയിലാണ് അത് പിന്നെ നമ്മൾ പറയാൻ പോകുന്ന വാക്കുള്ളത് എന്നർത്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ എന്ന് സൂചിപ്പിച്ചത്. ഇനി മൂന്നാമത്തത് ദ പ്രിപ്പോസിഷൻ ഓഫ് ടൈം.
പ്രിപ്പോസിഷൻ ഓഫ് ടൈം മീൻസ് വെൻ സംതിങ് ഹാപ്പൻസ്, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്. നേരത്തെ ലൊക്കേഷൻ പറഞ്ഞത് എവിടെയാണ്, മറ്റൊന്ന് എവിടേക്കാണ് ചലിക്കുന്നത്, മൂന്നാമത്തത് എപ്പോഴാണ് അത് സംഭവിക്കുന്നത്. The first one is location, indicate that where something is, and the direction means where something is moving, and the third one is when something happens, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പ്രവർത്തനം നടന്നാൽ അത് ഏത് സമയത്താണ് നടന്നതെന്നോ അല്ലെങ്കിൽ ഇനി നടക്കാനുള്ളതെന്നോ അങ്ങനെയൊക്കെയുള്ള വാക്കിനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം. അതിൻ്റെ ഉദാഹരണം, ദ മീറ്റിംഗ് ഈസ് അറ്റ് 5 PM. മീറ്റിംഗ് ഉള്ളത് 5 മണിക്കാണ്. അവിടെ 5 PM എന്ന് പറഞ്ഞത് അവിടെ 5 PM എന്ന വാക്കിൻ്റെ മുമ്പ് നമ്മൾ കൊടുത്ത പ്രിപ്പോസിഷനാണ് അറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ദ മീറ്റിംഗ് ഈസ് 5 PM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റോങ് സെൻറ്റൻസ്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ലൈക്ക് ദാറ്റ് വി ജസ്റ്റ് യൂസ് ഇറ്റ് ദ മീറ്റിംഗ് ഈസ് അറ്റ് 5 PM, 5 മണിക്കാണ്. ഹെർ ബർത്ത്ഡേ പാർട്ടി വാസ് ഓൺ വെനസ്ഡേ. അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പാർട്ടി ബുധനാഴ്ചയായിരുന്നു. ഇവിടെ ബുധനാഴ്ച എന്നുള്ളൊരു ഇറ്റ്സ് എ ടൈം. ആ ടൈമിൻ്റെ മുമ്പ് നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷൻ കൊണ്ട് നമ്മൾ സെൻറ്റൻസ് രൂപപ്പെടുത്തി. സോ ഹിയർ ദ പ്രിപ്പോസിഷൻ ഓഫ് ടൈം മീൻസ് ദാറ്റ് നമ്മൾ പറയാൻ പോകുന്ന സെൻറ്റൻസിൽ നമ്മൾ പറയുന്ന വസ്തു, ദ വേർഡ്, എപ്പോഴാണ് സംഭവിച്ചത് എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ ലൊക്കേഷൻ, ഡയറക്ഷൻ, ടൈം. The preposition of location, the preposition of direction, and the preposition of time. Now we are going to the last one, the fourth one, that is other relationship. Okay, other relationship. Other relationship എന്ന് നമ്മളൊരു പറയാറുണ്ടെങ്കിലും ആക്ച്വലി അതിൽ 4 രീതിയിൽ the 4 kinds of preposition ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെയാണ് നമ്മളൊരു കാറ്റഗറി ആയിട്ട് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ the first one is manner and cause, possession and purpose. ഈ 4 കാര്യം, preposition of manner, the preposition of cause, the preposition of possession and the preposition of purpose. ഇങ്ങനെ 4 രൂപത്തിലുള്ള പ്രിപ്പോസിഷനെ നമ്മൾ ഒറ്റ കാറ്റഗറി ആയിട്ട് അതർ റിലേഷൻഷിപ്പ് എന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ മാനർ. വാട്ട് ഈസ് ദ മാനർ? പ്രിപ്പോസിഷൻ ഓഫ് മാനർ. ഈ മാനർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ഏത് രൂപത്തിലാണ് ആ സംഗതി ചെയ്തത്. നമ്മൾ പറയാൻ പോകുന്ന ഒരു വസ്തു, ഒരു ഇതുണ്ടാവുമല്ലോ, വാക്ക്. ആ വാക്ക് അവിടെ നടക്കുന്ന ആ പ്രവർത്തനം അത് ഏത് രൂപത്തിലാണ് സംഭവിച്ചത് എന്ന് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ വിച്ച് വേ സംതിങ് ഈസ് ഹാപ്പനിങ്, ഏത് വഴിയിലാണ്, ഏത് രൂപത്തിലാണ് അത് സംഭവിച്ചത്. അതുകൊണ്ടാണ് പ്രിപ്പോസിഷൻ ഓഫ് മാനർ. എക്സാമ്പിൾ നോക്കാം. ഷീ സോൾവ്ഡ് ദ പസിൽ വിത്ത് ഈസ്. വളരെ ലളിതമായി, അനായാസം എന്ന. അപ്പൊ അനായാസം അവൾ പസിൽ പരിഹരിച്ചു. സോ ഇവിടെ അനായാസം എന്ന വാക്കിനെ നമ്മൾ വിത്ത് എന്ന പ്രിപ്പോസിഷൻ കൊണ്ടാണ്, ഇവിടെ ദ പ്രിപ്പോസിഷൻ ഈസ് വിത്ത്, ആ വിത്ത് എന്ന പ്രിപ്പോസിഷൻ കൊണ്ടാണ് നമ്മൾ അനായാസം എന്ന വാക്കിനെ ഇവിടെ ചേർത്ത് കൊടുത്തത്. ദ നെക്സ്റ്റ് വൺ ഈസ് ടോം സാങ് ലൈക്ക് എ ബേർഡ്. ഹിയർ ദ ടോം സാങ് ലൈക്ക് എ ബേർഡ് എന്ന സെന്റൻസിൽ ടോം പക്ഷിയെപ്പോലെ പാട്ടുപാടി. ഇവിടെ പക്ഷിയെപ്പോലെ ഏത് രീതിയിൽ? പക്ഷി പാടുന്ന രൂപത്തിലാണ് അവൻ എന്ത് ചെയ്തത്? പാട്ടുപാടിയത്. അപ്പൊ പക്ഷിയെ പോലെ എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് ലൈക്ക് എന്ന വാക്ക് പ്രിപ്പോസിഷൻ കൊണ്ടാണ് ഇവിടെ എ ബേർഡ് എന്നതിന് പക്ഷിയെ പോലെ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈക്ക് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. ആൻഡ് നൗ വി ആർ മൂവിങ് ഇൻ ടു ദ പ്രിപ്പോസിഷൻ ഓഫ് കോസ്. പ്രിപ്പോസിഷൻ ഓഫ് കോസ് പറഞ്ഞാൽ കാരണം എന്നാണ്. കോസ് അല്ലെങ്കിൽ റീസൺ എന്ന് ചിലയിടത്തൊക്കെ കാണാറുണ്ട്. പ്രിപ്പോസിഷൻ ഓഫ് കോസ് ഓർ പ്രിപ്പോസിഷൻ ഓഫ് റീസൺ, അതായത് ഇന്ന കാരണം കൊണ്ടാണ് ഈ സംഗതി നടന്നത് എന്നാണ് ഇന്നൊരു കാരണം കൊണ്ടാണ് ഈ സംഗതി നടന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പ്രിപ്പോസിഷൻ ഓഫ് കോസ് ഉപയോഗിക്കുന്നത്. ഇൻഡിക്കേറ്റ് ദ റീസൺ ഓർ മോട്ടീവ് ബിഹൈൻഡ് എൻ ആക്ഷൻ ഓർ സിറ്റുവേഷൻ. ഒരു സന്ദർഭത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൻ്റെയോ പിന്നിലുണ്ടാകുന്ന കാരണം അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ആ വഴി അതെന്താണോ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻ ഓഫ് കോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. വി ക്യാൻ ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ദ ഗെയിം വാസ് ക്യാൻസൽഡ്. മത്സരം ഉപേക്ഷിക്കപ്പെട്ടു ബിക്കോസ് ഓഫ് ദ ഹെവി റെയിൻ. നല്ല ശക്തമായ മഴ കാരണം. ഇവിടെ മഴ കാരണം എന്ന് നമുക്ക് അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മളവിടെ ചേർത്ത വാക്കാണ് ബിക്കോസ് ഓഫ്. മഴ കാരണം എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മളവിടെ ബിക്കോസ് ഓഫ് എന്ന പ്രിപ്പോസിഷൻ കൊണ്ട് നമ്മളവിടെ വാക്കുകൾ ഉണ്ടാക്കി. ഹി വാസ് ലേറ്റ് ഓവിങ് ടു ട്രാഫിക്. സോ ഹിയർ ഹി വാസ് ലേറ്റ്, അവൻ നേരം വൈകുകയും. കാരണം എന്താ? ഓവിങ് ടു ദ ട്രാഫിക് കാരണം അവൻ എന്ത് ചെയ്തു? നേരം വൈകി.
സോ ഇവിടെ കാരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പോസിഷൻ ചേർക്കുന്നത്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ ടു ഓഫ് other relationship. That the first one is manner, preposition of manner, and the second one is preposition of cause. ഇനി മൂന്നാമത്തത് അതർ റിലേഷൻഷിപ്പിൽ പെട്ട ഒരു ഭാഗം പൊസഷൻ. പൊസഷൻ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ പൊസസ് ചെയ്യുന്നത് തന്നെ ആ ഒരു വസ്തുവിൻ്റെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പോസിഷൻ ഓഫ് പൊസഷൻ ഉപയോഗിക്കുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് ഡിസ്കസ് ദ ഡെഫിനിഷൻ ഓഫ് preposition of possession. That is, preposition of possession show ownership or a relationship of belonging. ഒരു വസ്തുവിൻ്റെ ബന്ധത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പിനെയോ സൂചിപ്പിക്കുന്ന, ഒരു വസ്തുവുമായി ഉണ്ടാകുന്ന റിലേഷൻ, ബന്ധം, അല്ലെങ്കിൽ ആ വസ്തുവുമായുടെ ഓണർഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻ ഓഫ് പൊസഷൻ ഉപയോഗിക്കുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് ഡിസ്കസ് ദ എക്സാമ്പിൾ. ദാറ്റ് വൺ ഈസ് ദ ഓണർ ഓഫ് ഹൗസ്, വീടിൻ്റെ ഓണർ, ഉടമസ്ഥൻ. ദ ഓണർ ഓഫ് ഷോപ്പ് ആക്കാം, എന്താ ദ ഓണർ ഓഫ് വെഹിക്കിൾ, എന്തോ ആക്കാം കേട്ടോ. ദ ഓണർ ഓഫ് ഹൗസ്, ഹിയർ ദ എക്സാമ്പിൾ ഈസ് ദാറ്റ് ദ ഓണർ ഓഫ് ഹൗസ്, വീടിൻ്റെ ഉടമസ്ഥൻ. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഓഫ് എന്ന പ്രിപ്പോസിഷൻ കൊണ്ടാണ് നമ്മളവിടെ ഇന്ന ആളുടെ വീടിൻ്റെ ഓണർ എന്ന പദം അവിടെ ഉപയോഗിച്ചത്. സോ ദ കാർ ഓഫ് മൈ ടീച്ചർ ഈസ് വൈറ്റ്, എൻ്റെ ടീച്ചറുടെ കാറ് വെള്ളയാണ്. അപ്പോൾ എൻ്റെ ടീച്ചറിൻ്റെ പൊസിഷനിലുള്ള കാർ, അപ്പോൾ എൻ്റെ പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഉപയോഗിച്ചത് ഓഫ് എന്ന പ്രിപ്പോസിഷൻ. ഇത് രണ്ട് എക്സാമ്പിളിലും നമ്മൾ ഓഫ് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. സോ ദ ലാസ്റ്റ് വൺ ഈസ് അതർ റിലേഷൻഷിപ്പിൽ പെട്ട ലാസ്റ്റ് വൺ ഈസ് പേർപ്പസ്. പർപ്പസിന് വേണ്ടിയിട്ട്, ഇന്നൊരു വസ്തുവിന് വേണ്ടിയിട്ടാണ് ആ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. സെൻറ്റൻസിൽ ഒരു കാര്യം പറയുമ്പോൾ അത് ഇന്ന വസ്തുവിന് വേണ്ടിയിട്ടാണ് ആ സെൻറ്റൻസിലുള്ള കാര്യം നടക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻഡിക്കേറ്റ് ദ റീസൺ ഓർ ഗോൾ ബിഹൈൻഡ് എൻ ആക്ഷൻ. അതൊരു കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടാകുന്ന കാരണം പോലെയല്ല, ഇന്നൊരു വസ്തുവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹി വെന്റ് ടു ദ സ്റ്റോർ ഫോർ മിൽക്ക്. അവൻ കടയിൽ പാലിന് വേണ്ടി പോയി. അപ്പോൾ അവൻ കടയിൽ പോയി ഫോർ മിൽക്ക്, പാലിന് വേണ്ടി. ദ പർപ്പസ് ഈസ് ഫോർ ഗെറ്റിംഗ് ദ മിൽക്ക് ഫ്രം ദ സ്റ്റോർ. ദാറ്റ്സ് ഹിസ് പർപ്പസ്. സോ അവിടെ മിൽക്ക് എന്ന പദത്തിന് വേണ്ടി നമ്മൾ ഫോർ എന്ന പദം കൊണ്ടാണ്, പ്രിപ്പോസിഷൻ കൊണ്ടാണ് ഉപയോഗിച്ചത്. ആൻഡ് വി ആർ സേവിങ് മണി ഫോർ ന്യൂ ഹൗസ്. ഞങ്ങൾ പുതിയ വീടിന് വേണ്ടി എന്ത് ചെയ്യുന്നു, പണം സ്വരുക്കൂട്ടുന്നു, ശേഖരിച്ചു വെക്കുന്നു, സമ്പാദിച്ചു വെക്കുന്നു. ഇവിടെ പണം സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പർപ്പസ് എന്താ? ആ പർപ്പസ് പുതിയൊരു വീടിന് വേണ്ടി. അവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചത് അത് നമുക്കൊരു പുതിയ വീട് എന്ന ഉദ്ദേശത്തിന് വേണ്ടി, അവിടെ പർപ്പസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെ 4 രൂപത്തിലാണ് അതർ റിലേഷൻഷിപ്പ് എന്ന പ്രിപ്പോസിഷൻ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. ദ മാനർ, പ്രിപ്പോസിഷൻ ഓഫ് മാനർ, പ്രിപ്പോസിഷൻ ഓഫ് കോസ്, preposition of possession, and preposition of purpose. So here now we have completed the all kinds of preposition. Prepositionന്റെ എല്ലാ കൈൻഡ്സും നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ പല രൂപത്തിലായിരിക്കും പല ആളുകളും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ പ്രയോഗങ്ങൾ മാനദണ്ഡമാക്കിയിട്ട് എളുപ്പത്തിൽ പഠിക്കാവുന്ന രൂപത്തിലാണ് നമ്മളതിനെ തരംതിരിച്ചത്. സോ വി ക്യാൻ ജസ്റ്റ് വൺസ് അഗെയിൻ റിപ്പീറ്റ് ദ സെയിം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നൗണിനോ പ്രോനൗണിനോ മറ്റു സെൻറ്റൻസിലെ മറ്റു വാക്കുകൾക്കുമായി ഉണ്ടാകുന്ന റിലേഷൻ, ആ റിലേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പ്രിപ്പോസിഷൻ ഉണ്ടാകുന്നത്. അതായത് ഒരു സ്ഥലത്തിൽ നിന്ന് സ്ഥലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച്, ഒരാൾക്കെതിരെ, ഒരാൾ ഞങ്ങൾക്കിടയിൽ, യാത്രക്കിടയിൽ, ഇങ്ങനെയൊക്കെ ഒരു കാട്ടിലൂടെ, ഇങ്ങനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന വാക്കുകളെ കൂടെ സൂചിപ്പിക്കുന്ന ചെറിയ ചെറിയ വാക്കിനെയാണ് ശരിക്കും എന്ത് ചെയ്യുക, പ്രിപ്പോസിഷൻ എന്ന് പറയാം. ആ പ്രിപ്പോസിഷൻ 4 തരത്തിലുണ്ട്. ഒന്ന് ലൊക്കേഷനെ സൂചിപ്പിക്കുന്നു, ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു, ടൈമിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ അതർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന 4 കാറ്റഗറി. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെൻറ്റൻസിൽ പറയുന്ന ആ സംഗതി അത് എവിടെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, എവിടെയാണ് ആ വസ്തു ഉള്ളത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. രണ്ടാമത്തത് അത് ഏത് ദിശയിലാണ്, അത് ഏത് ഭാഗത്താണ് എന്ന് സൂചിപ്പിക്കാം. മുകളിലാണോ, താഴെയാണോ, ഒരു സ്ഥലത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിലേക്കാണോ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ദ തേർഡ് വൺ ഈസ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം. അത് ഉപയോഗിക്കുന്നത്
നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വാക്കിൽ സെൻറ്റൻസിൽ ഉപയോഗിച്ച വാക്ക് അത് ഏത് സമയത്ത് സംഭവിച്ചതാണ്, നമ്മൾ പറയുന്ന അത് സെൻറ്റൻസ് എപ്പോൾ സംഭവിച്ചതാണ് എന്നതാണ് പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്നുള്ളത്. മൂന്നാമത്തത് അതർ റിലേഷൻഷിപ്പ് 4 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പോസിഷൻ ഓഫ് മാനർ. പ്രിപ്പോസിഷൻ ഓഫ് മാനർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ഏത് രൂപത്തിലാണ് നടന്നത്, ആ സംഭവം നടന്നത്. രണ്ടാമത്തത് പ്രിപ്പോസിഷൻ ഓഫ് കോസ്, അത് നടക്കാനുണ്ടായ കാരണം, ഇന്നൊരു വസ്തു നമ്മളെന്തോ സംഭവിക്കാനുണ്ടായ കാരണത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമത് പ്രിപ്പോസിഷൻ ഓഫ് പൊസഷൻ, അത് ആര് ഉടമസ്ഥതയിൽ വെക്കുന്നതാണ്, ആരുടേതാണ് എന്നുള്ള അർത്ഥത്തിൽ കിട്ടുന്നതാണ് പ്രിപ്പോസിഷൻ ഓഫ് പൊസഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രിപ്പോസിഷൻ ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ആ സംഗതി ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാറ്റഗറിയിൽപ്പെട്ട പ്രിപ്പോസിഷൻ തന്നെ ചിലപ്പോൾ മറ്റൊരു കാറ്റഗറിയിലും കൂടെ നമുക്കത് ഉൾപ്പെടുത്തേണ്ട, ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കും. So we have now completed the definition of preposition and the kinds of preposition. Now we are going to learn the deeply about each preposition. ഓരോ പ്രിപ്പോസിഷനും അതെന്താണെന്നും അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും ഉദാഹരണ സഹിതം നമ്മൾ പഠിക്കാൻ പോകുന്നു. ദ ഫസ്റ്റ് വൺ ഈസ്, നമ്മൾ പഠിക്കാൻ പോകുന്നു ഒന്നാമത്തെ പ്രിപ്പോസിഷൻ ഇൻ എന്നുള്ളതാണ്. ഇൻ എന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മീനിങ് വരുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടൈം ഓർ ലൊക്കേഷൻ. അത് സമയത്തെയോ ഒരു കാലത്തെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിലുള്ള സംഗതികളെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ എന്നത് ഉപയോഗിക്കുന്നത്. ഒന്നിരിക്കൽ അതൊരു കാലമാകാം, ഒരു ഇന്ന സമയം, അത് സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലം എവിടെയാണ് സംഭവിച്ചതെന്ന് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇൻ ഉപയോഗിക്കാം. അതിൻ്റെ മീനിങ് മലയാളത്തിൽ വരുന്നത് ഇൽ എന്ന അർത്ഥത്തിലാണ്. ഇൻ എന്ന് പറഞ്ഞാൽ ദ മീനിങ് ഓഫ് ഇൻ, ദ പ്രിപ്പോസിഷൻ ഇൻ ഈസ് ആക്ച്വലി ഇൽ എന്നാണ് നമ്മൾ മലയാളത്തിൽ കൊടുക്കുക. സോ അത് മാസങ്ങൾക്ക് മുമ്പ് ഉപയോഗിക്കും, അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ഇൽ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി സൂചിപ്പിക്കും, കാലങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസത്തെ മറ്റു സമയങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൽ എന്നത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ വി ക്യാൻ ജസ്റ്റ് ഡിസ്കസ് അബൌട്ട് ദ എക്സാമ്പിൾസ് ഓഫ് ദ പ്രിപ്പോസിഷൻ ഇൻ. ഇൻ ജനുവരിയിൽ കണ്ടോ, അവിടെ ജനുവരി എന്ന പദത്തിൻ്റെ മുമ്പ് ഇൻ ചേർത്തപ്പോൾ നമുക്ക് ജനുവരിയിൽ എന്ന് കിട്ടി. ഇൻ ഒക്ടോബറിൽ, ഒക്ടോബർ എന്ന മാസത്തിന് മുമ്പ് ഇൻ എന്ന പ്രിപ്പോസിഷൻ ചേർത്ത് കൊടുത്തപ്പോൾ ഒക്ടോബറിൽ എന്ന അർത്ഥം കിട്ടി. അതേപോലെ തന്നെ ഇൻ 2022, 2022 എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ 2022 നമ്മൾ ഇൻ അവിടെ ആഡ് ചെയ്തു. ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ദാറ്റ് ഇൻ 1990 എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ചേർത്ത് കൊടുത്ത പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് ഇൻ, നമ്മളവിടെ ഇൻ എന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ചില കാലങ്ങൾ ഇൻ സ്പ്രിംഗ് വസന്തകാലത്തിൽ എന്നർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ദ സ്പ്രിംഗ് എന്ന ആ സമയത്തിൻ്റെ മുമ്പ് ഇൻ എന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇൻ ദ സമ്മർ, വേനൽക്കാലത്തിൽ, അവിടെ വേനൽക്കാലം എന്ന വാക്കിന് മുമ്പ് ഇൽ എന്ന് ആഡ് ചെയ്ത് എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇൻ ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ദാറ്റ് ഇൻ ദ ഈവനിങ്, വൈകുന്നേരത്തിൽ. ഓക്കെ, അവിടെ വൈകുന്നേരം എന്ന വാക്കിൻ്റെ മുമ്പ്, ഈവനിങ് എന്ന വാക്കിൻ്റെ മുമ്പ് നമ്മളവിടെ ചേർത്ത് കൊടുത്ത പ്രിപ്പോസിഷൻ ഈസ് ദാറ്റ് ഇൻ. അതേപോലെ തന്നെ ഇൻ ദ മോർണിംഗ്, രാവിലെ, അവിടെ രാവിലെ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മോർണിംഗ് എന്ന് മാത്രം ഉപയോഗിച്ചാൽ പോരാ, അവിടെ ഇൻ എന്ന പ്രിപ്പോസിഷനും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത എക്സാമ്പിൾസ് ഒക്കെ ഇൻ എന്നതിനെ കുറിച്ചുള്ളത് ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് ഇൻ ഓഫീസ്. ലിസൺ ഹിയർ, ഇൻ ഓഫീസിൽ, അപ്പോൾ ഒരു സ്ഥലമാണ് അവിടെ, ഒരു സ്ഥലത്തിൽ ഓഫീസിൽ എന്നർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ദ പ്രിപ്പോസിഷൻ ഇൻ ബിഫോർ ദ വേർഡ് ഓഫീസ്. ഓഫീസ് എന്ന പദത്തിന് മുമ്പ് ഇൽ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ ആണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ ഇൻ മാർക്കറ്റിൽ, അവിടെ മാർക്കറ്റ് എന്ന വാക്കിൻ്റെ മുമ്പ് ഇൻ ചേർത്ത് കൊടുത്തപ്പോൾ മാർക്കറ്റിൽ എന്നർത്ഥം കിട്ടി. ഇൻ ഗ്രൗണ്ടിൽ,
അവിടെ ഗ്രൗണ്ട് എന്ന വാക്കിന് മുമ്പ് ഇൻ ചേർത്ത് കൊടുത്തപ്പോൾ അതർത്ഥം ഇൻ ഗ്രൗണ്ടിൽ എന്ന് കിട്ടി. ഇൻ സ്കൂൾ സ്കൂളിൽ ഒക്കെ ഒരുപോലെയാണ്. ഇൻ സ്കൂൾ സ്കൂളിൽ. ഇൻ ഷോപ്പ് കടയിൽ. ഷോപ്പ് എന്ന വാക്കിന് മുമ്പ് ഇൻ ചേർത്ത് കൊടുത്തപ്പോൾ ഇൻ ഷോപ്പ് കടയിൽ. ഇൻ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്ന സ്ഥലം, ആ സ്ഥലത്തിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് വി ജസ്റ്റ് ആഡ് ദെയർ ഇൻ. സോ നമുക്കൊരു സമയത്തിൻ്റെ മുമ്പോ ഒരു സ്ഥലത്തിൻ്റെ മുമ്പോ ഇൽ എന്നർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രിപ്പോസിഷനാണ് ഇൻ എന്നുള്ളത്. സോ നമുക്ക് കൂടുതൽ അതിൻ്റെ എക്സാമ്പിളുകളിലേക്ക് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കാം. ഐ വാസ് ബോൺ ഇൻ 1999. ഐ വാസ് ബോൺ ഇൻ 1999. ഞാൻ 1999 ജനിച്ചത്. സോ ഹിയർ ദ ഐ വാസ് ബോൺ ഞാൻ ജനിച്ചു. ഇൻ 1999 ജനിച്ചു. സോ ഇവിടെ ഇൻ എന്ന അർത്ഥം ഇൻ എന്ന വാക്ക് ചേർത്തപ്പോൾ 99 എന്ന മീനിങ് നമുക്ക് കിട്ടി. I would like to go to Dubai in spring. Once again, I would like to go to Dubai in spring. I would like to go to Dubai. ഞാൻ ദുബായിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. In spring, വസന്തകാലത്ത്. So here, വസന്തകാലത്തിൽ എന്നർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തു the in preposition. So Sana put the letter in the envelope. Sana അവളുടെ കത്ത് കവറിൽ ഇട്ടു. Sana put the letter. അവളുടെ കത്ത് ഇട്ടു in the envelope. കത്ത് കവറിൽ. സോ ഇവിടെ envelope എന്ന വാക്കിന്റെ കൂടെ in ആഡ് ചെയ്തപ്പോൾ we have got that the meaning became in a മലയാളം in envelope കത്തിൽ എന്നർത്ഥം ലഭിച്ചു. Mother is in hospital. Mother is in hospital. അമ്മ ആശുപത്രിയിലാണ്. സോ ഇവിടെ in hospital എന്ന് ചേർത്തപ്പോൾ ആശുപത്രിയിൽ എന്നർത്ഥം നമുക്ക് ലഭിച്ചു. Players are waiting for you in the ground. Players are waiting for you. കളിക്കാർ നിന്നെ കാത്തിരിക്കുകയാണ്. എവിടെ? In the ground, ഗ്രൗണ്ടിൽ. അതേപോലെ തന്നെ my mother lives in Paris. My brother lives in Paris. എൻ്റെ സഹോദരൻ പാരീസിലാണ് ജീവിക്കുന്നത്. സോ ഇവിടെ പാരീസ് എന്ന വാക്കിൻ്റെ കൂടെ ഇൻ ചേർത്തു. ഒരു സ്ഥലമാണ് പാരീസ്. ആ പാരീസ് എന്ന വാക്കിൻ്റെ മുമ്പ് നാം ഇൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ പാരീസിൽ എന്ന മീനിങ് നമുക്ക് കിട്ടി. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ദാറ്റ് നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ പ്രിപ്പോസിഷൻ ഇൻ. പ്രിപ്പോസിഷൻ ഇന്നെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് രണ്ട് ഉപയോഗമുണ്ട്. ലൊക്കേഷൻ ടൈം, ഒരു സ്ഥലത്തിലാണ് എന്ന് സൂചിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു സമയത്തിലാണ് എന്ന് സൂചിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇൻ എന്ന് ഉപയോഗിക്കുന്നതാണ്. സോ വി ക്യാൻ ജസ്റ്റ് വൈൻഡ് അപ്പ് ടുഡേ ദ ഡിസ്കഷൻ ഹിയർ. ഇന്ന് നമുക്ക് ഇൻ എന്ന പ്രിപ്പോസിഷനിൽ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഇനിയും ഒരുപാട് ഇൻ പോലെ ഒരുപാട് ഏകദേശം ഒരു 40ഓളം പ്രിപ്പോസിഷനുകൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്. അത് ഇനി കമ്മിങ് വീഡിയോസിൽ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ യൂസ്ഫുള്ളായ ഇംഗ്ലീഷ് വീഡിയോ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക.